കൊടുവള്ളിയിൽ സീറ്റ് ലഭിക്കാത്തതിൽ അതൃപ്തിയിലായിരുന്ന VM ഉമ്മറിനെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയാക്കി. സമവായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഭാരവാഹിത്വം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, ഇത്തരത്തിലുള്ള കുറച്ച് മാറ്റങ്ങൾ എല്ലാ പാർട്ടികളും ഉണ്ടാകും അല്ലേ? സീറ്റ് പ്രതീക്ഷിച്ചിരുന്നവർ കിട്ടാത്ത നിരാശയിൽ അത് മറികടക്കാൻ വേണ്ടി പാർട്ടിയിലെ പ്രധാനപ്പെട്ട ചുമതലകൾ, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ബോർഡ് കോർപ്പറേഷനുകളുടെ ചുമതലകൾ, അങ്ങനെ പലതും അല്ലേ? ദിവിഷ, തീർച്ചയായും മുസ്ലിം ലീഗിൽ ഇപ്പോൾ തുടർച്ചയായി ഈ ഒരു നീക്കം നടക്കുകയാണ്. അതായത് സ്ഥാനാർത്ഥി മോഹവുമായി രംഗത്ത് വരുന്നു. സ്ഥാനാർത്ഥി ലഭിക്കാതെ നിരാശരായി പ്രതിഷേധമുയർത്തിയവർ, അതൃപ്തി ഉള്ളിലുള്ളവർ, ഇവരെയൊക്കെ ഇപ്പോൾ സംഘടനയിൽ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. സംഘടനയിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയാണ്. രാവിലെ നമ്മൾ കണ്ടിരുന്നു, താനൂരിൽ അവിടെ മണ്ഡലം പ്രസിഡന്റായിരുന്ന മുത്തുക്കോയ തങ്ങളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുന്നു. അദ്ദേഹത്തെ അങ്ങനെ പ്രൊമോഷൻ നൽകുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ കൊടുവള്ളിയിൽ അവിടെ മുൻപ് നേരത്തെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ് VM ഉമ്മറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഈ പ്രൊമോഷൻ നടക്കുന്നത്. ഈ സംഘടന ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഈ തരത്തിൽ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ നിരാശ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ളൊരു ഭയം സംഘടനയ്ക്കുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ ഉണ്ടാകുന്നു. ഇപ്പോൾ 6 പേരാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരുള്ളത്. അതിൽ ഒരാളായി ഇപ്പോൾ VM ഉമ്മറിനെയും പരിഗണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തമ്മിലുള്ള ഏറ്റവും അതിൻ്റെ പാരമ്യത്തിലെത്തിയിരുന്നു. അതായത് തിരുരങ്ങാടിയിൽ അന്ന് PM എ ഇസ്ലാമിനെ സ്ഥാനാർത്ഥിത്വം പരിഗണിച്ചിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല, KPMG നൽകി. അതിന് വലിയ പ്രതിഷേധം PM എ ഇസ്ലാം ഉയർത്തിവിട്ടു. അങ്ങനെയാണ് PM എ ഇസ്ലാമിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കി നിയമിക്കുക. അങ്ങനെ വലിയൊരു പ്രൊമോഷൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇത്തവണയും സമാനമായ രീതിയിൽ മണ്ഡല നേതാക്കന്മാരുടെയും ആ തരത്തിലുള്ള ആളുകളെയും ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിലേക്കും സംസ്ഥാന സെക്രട്ടറിമാരും ഒക്കെ ആക്കി ആ രീതിയിലുള്ള പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടുവള്ളിയിൽ PK ഫിറോസാണ് UDFന്റെ ലീഗിന്റെ സ്ഥാനാർത്ഥി. ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുമോ? ഇത്തരം നീക്കങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണ രംഗത്ത് ഒന്ന് തണുപ്പിച്ചാൽ മതിയല്ലോ. ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്ന് ആശങ്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പരിഗണന ഇവർക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും സംഘടനയിൽ പദവിയിലേക്ക് ഇവരൊക്കെ വരുന്നതാണ് ലീഗിൽ പ്രത്യേകിച്ചും കാണാൻ കഴിയുന്നത്. ലീഗിലാണ് ഇപ്പോൾ ഭാരവാഹിത്വം നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമം. ഇത് ലീഗിൽ മാത്രമല്ല, എല്ലാ പാർട്ടികളിലും സംഭവിക്കാവുന്നതാണ്. കട്ടപ്പുമാരുണ്ടാകാതിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ എല്ലാ പാർട്ടികൾക്കും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആഗ്രഹിച്ചു നിന്നവർ സീറ്റ് കിട്ടാതെ വരുമ്പോൾ ആ നിരാശയിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ വീഴ്ത്താനുള്ള എന്തെങ്കിലും നടപടികളിലേക്കോ രഹസ്യ നീക്കങ്ങളിലേക്കൊക്കെ പോയി കളയുമെന്ന ഭയമുണ്ടാകും. അപ്പോൾ കട്ടപ്പുമാരുണ്ടാകാതിരിക്കാൻ വേണ്ടി അവരെ ആശ്വസിപ്പിക്കാൻ ചില സ്ഥാനമാനങ്ങളൊക്കെ നൽകുക, അല്ലെങ്കിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് ചെയ്യാം, ഇന്നത് വരാം എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് മയപ്പെടുത്തി നിർത്തുക എന്നത് ഇത് ലീഗിൽ മാത്രമല്ല എല്ലാ പാർട്ടികളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.